ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെറും 5 മിനിറ്റ് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ഹൽവയുടെ റെസിപ്പിയാണ്. വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഹൽവ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സൂപ്പർ ക്രീമിയും ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പകരം 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒക്കെ എടുത്തിട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ചേരുവകളും അതിനനുസരിച്ചിട്ടൊന്ന് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. ഞാനിവിടെ 250 ml കപ്പിൽ പാൽ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ചൂടാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാമാക്കി എടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പശുവിൻ പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ ബദാമോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും പാലും മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കോൺഫ്ലവർ അടിയിലിങ്ങനെ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അറിയാമല്ലോ, കോൺഫ്ലവർ വളരെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തു നിന്ന് മാറാതെ നല്ലതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഞാനിതിലേക്ക് 2 ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ്ക്ക് പകരം വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. കണ്ടല്ലോ, ഇത് നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതാണ് കണക്ക്. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം നല്ല ഗ്ലേസ് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഈ ഹൽവക്ക്. ഞാൻ ഒത്തിരി ഒന്നും ചേർത്തിട്ടില്ല. ഞാനിവിടെ മൊത്തത്തിലൊരു 2 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറായി കിട്ടുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ചൂട് മാറാനായിട്ട് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ ചൂടൊക്കെ മാറിയിട്ട് ഇത് നല്ലൊരു ടെക്സ്ചറിലായി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഇതാ ചൂടൊക്കെ ഒരുവിധം മാറിയതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഹൽവയാണ്. നമ്മൾ സാധാരണ ഹൽവയായിട്ട് ഇത് കാണരുത്. ഇത് ക്രീമി ആയിട്ടുള്ളൊരു ഹൽവയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നെയ്യുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർഫുള്ളാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണെന്ന് കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.